ഈ പാചകം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് പാചകം അടിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. വിയർക്കും, ദേഹം വിയർക്കും. ഇവിടെ 100 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്തോ വിശേഷം എന്നുള്ള കാര്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാ ചേരുവകളും വളരെ ഭംഗിയായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ കഴിക്കുന്നവർക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. ആയുർവേദിക് രീതിയിലുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേരുവകൾ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെ വേണം ഉണ്ടാക്കാൻ, അങ്ങോട്ട് പാചകം ഉണ്ടാക്കാനെന്ന് പറയുക. അവസാനമായി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുക, വാരി ഇടുക. ഇതുപോലെ അതിനുശേഷം ചട്ടുകമെടുത്ത് അടിയിളക്കുക. വേഗത്തിൽ ഇളക്കുക. ക്ലോക്ക് വൈസ് ഇളക്കണേ, കരിഞ്ഞു പോകാതെ ഞാൻ ഇളക്കുന്നത് പോലെ ഇളക്കുക. പറഞ്ഞത് ഇപ്പൊ എന്റെ അരയെന്ന് എന്റെ ചന്തി വിട്ടു പോയനായിരുന്നു. ഒരു പ്രത്യേക കാര്യം മറന്നു പോകരുത്, ലൈക്കും കമന്റും ഇടാൻ മറക്കരുതേ. അയ്യോ, നെറ്റ് പോയി. ഏതാണ്ട് സാധനം ഇടാൻ മറക്കല്ലെന്ന് പറഞ്ഞു. എന്ത് സാധനം ഞാൻ നാശമല്ലോ. കുഴപ്പമില്ല, ഗ്രാമ്പൂ രമണനെ വിളിച്ചൊന്ന് ചോദിക്കാം. ഹലോ ഗ്രാമ്പൂ രമണ. എന്തുവാടാ കറുകപ്പെട്ട കുട്ടപ്പ? എടാ, ഞാൻ ഇവിടെ ഒരു 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. നീ എനിക്കൊരു വീഡിയോ ഇട്ടൊന്നില്ലയോ? അത് നോക്കിയാ ഞാൻ ഉണ്ടാക്കിയത്. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ അതിന്റെ അടിയിലെ ലാസ്റ്റിലെ ഏതാണ്ട് ഇടണമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് കട്ടായി, നെറ്റും പോയി. എന്തോ ഇടണമെന്ന് പറഞ്ഞു, എന്തോ ഒരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അണ്ടിപ്പരിപ്പിട്ടായിരുന്നോ? അണ്ടിപ്പരിപ്പിട്ടു. ഉണക്കമുന്തിരി ഇട്ടായിരുന്നോ? ഉണക്കമുന്തിരിയൊക്കെ ഇട്ടോ. പിന്നെന്തോ അല്ലാതെ ഇടുന്നേ? ലക്കോ കമ്മന്റോ എന്തോ പറഞ്ഞൊരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അതെന്തോടാ അത്? എടാ പ്രാന്ത, അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ലൈക്കും കമന്റും ഇടാൻ അവര് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഞാനിപ്പോ എന്തോ വിചാരിച്ചു കൊടുക്കുന്നത് എപ്രാളപ്പെട്ട് പോയായിരുന്നല്ലോ. എത്ര പേർ സദ്യ അവിടെ? ഇവിടെ 100 പേരുള്ള ഇതാണ് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഉണ്ടാക്കിയ നീ 100 പേർക്ക്? 100 പേർക്ക് പറഞ്ഞ് നീ ഇട്ട് തന്ന വീഡിയോ ഇല്ലയോ? അത് 10 പേർക്കുള്ളതാണ് കാണിച്ചത് അവര്. അപ്പൊ ബാക്കി 90 എന്തോ യൂനിയം? ഞാൻ അടുക്കിനടുക്കിന് 10 പേർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതില്. എടാ മണ്ട, അത് കണക്ക് കൂട്ടി ഒരളവെടുത്തങ്ങ് ചെയ്താൽ പോരായോ? എടാ, അളവും കാര്യങ്ങളും അറിയാമെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങി വരുന്നത്. തല്ലിക്കൂട്ടി എങ്ങനെ എനിക്ക് വൈകിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കണടാ. അത് തല്ലിക്കൂട്ടി വെച്ചിട്ടുണ്ടോ? ചുമ്മാ അടിച്ചിട്ട് നിന്നോളൂ അവന്മാരൊക്കെ. നീ വെച്ച ഞാനിവിടെ ജോസഫ് സാറിന്റെ വീട്ടിലെ പാല് കാച്ചി നടക്കും. അതിന് ലൈവ് ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ഇനി? അയ്യോ, അത് പൊന്നു ദൈവമേ. അടുപ്പിനകത്ത് ഊതി വിയർത്തങ്ങ് ശരീരം മൊത്തം. ഇനി സലാഡ് ഉണ്ടാക്കാനുള്ള പാത്രം ക്ലീൻ ആക്കി വെക്കാൻ ഒരാള് ഇതിനകത്തിലേക്ക് ഉണ്ടാക്കി വെക്കണം. ഇനി ഇനി ഇത് കോരി അതിനകത്തോട്ട് ഇടണം. അതും ക്ലീൻ ചെയ്തില്ല. ഇനി കയ്യും എത്തത്തില്ല, നാശം. എന്തൊക്കെ പ്രയാസങ്ങളാന്ന് പാചകം. ഇതാരായി നിക്കുന്നേ? വന്നിങ്ങോട്ട് കേറിയാട്ടെ. അല്ല, വന്നിട്ട് കേറാൻ പറഞ്ഞത്. പാചകത്തിന് വന്നേന്നോ? അന്ന് ആ കാര്യം നോക്കിയാൽ മതി. ഞാൻ ഇത് ചെയ്തത് വൈകിട്ട് ഫംഗ്ഷന് വരുന്ന ആൾക്കാരെ എങ്ങനെ വെൽക്കം ചെയ്യാന്നുള്ള റിഹേഴ്സലാ. എന്തോ ഇപ്പൊ അതിങ്ങോട്ട് വന്നാട്ടെ. ഗിഫ്റ്റ് ഒന്നും ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്ന് പിടിച്ചു. സത്യം പറഞ്ഞ ഇവർക്ക് തലക്ക് വെളിവില്ലാത്ത ഫംഗ്ഷൻ ആണെന്ന് ഇവിടെ നടത്തുന്നത്. അല്ല, ഞാൻ ഇവിടെ എന്നോട് 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. എന്താ വിശേഷം? ഒന്ന് പിടിക്കണം. അത് ഈ തിരക്കിനിടയ്ക്ക് മറന്നു പോയത് കേട്ടോ. ആക്ച്വലി ഇന്ന് എന്റെ ഭർത്താവ് ഇന്നും കൂടിയേ ഉള്ളൂ. ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണോ 100 പേർക്കുള്ള ബിരിയാണി ഒറ്റയ്ക്ക് തിന്നണമെന്ന്? അതല്ല, നിങ്ങൾ അറിയുമായിരിക്കും, PK ക്ഷീണിതൻ വില്ലേജ് ഓഫീസറാ. PK ക്ഷീണിത സാറ്? അതെ. അതെ, കുറെ വർഷങ്ങൾക്ക് ശേഷം 35 കൊല്ലമായിട്ട് സർവീസ് ചെയ്യുന്ന ആളെ ഇന്ന് വിരമിക്കുക. അറിയാം, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് സാറിനെ കണ്ടിട്ടുണ്ട്. അതാ, ചോദിക്കുന്ന പൈസ നമ്മൾ തരും. ഫുഡ് നല്ല കൃത്യമായിട്ട് ഉണ്ടാക്കണം. എന്റെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. അടിപൊളി ഫുഡാണ്. കിടക്കനായിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ല, ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ മസാല അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ എന്റെ അച്ഛന്റെ മസാല കൂട്ടാ. എന്റെ അച്ഛനാണ് ഈ മസാലകൾ ഉണ്ടാക്കുന്നത്. അച്ഛൻ ഭയങ്കര മസാലയാ. ആള് വന്നിട്ടുണ്ടോ? അച്ഛനെ ഒരു കൊല്ലമായിട്ട് വയ്യാതെ കിടപ്പാ. അപ്പൊ ഈ മസാലയൊക്കെ കിടപ്പാ. അതിൽ മസാല ഉണ്ടാക്കാൻ എടുക്കാൻ അവിടെ കിടക്കാം. കഴിവാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ സദ്യയായിരുന്നു. പരിപ്പ്, പപ്പടം, പായസം, പഴം, തോരൻ. അത് നമ്മുടെ തിരുവല്ലയിലെ ജംഗ്ഷൻ അങ്ങോട്ട് തിരിഞ്ഞെടുത്ത് അവരുടെ വീടായിരുന്നു. അത് ഞാനാ ഉണ്ടാക്കിയത്. ആ സദ്യ ഞാനാ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങളെ അവിടെ കണ്ടില്ലല്ലോ. എനിക്ക് അതിന് ക്രെഡിറ്റ് വേണ്ട.
നടത്തി കഴിഞ്ഞാൽ അന്നേരം അവിടെ നിന്ന് ജമ്പ് ചെയ്ത് ചാടി പോകും. ഇവിടെ അങ്ങനെ ആ വരുന്നത് വിളമ്പി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇവിടെ എനിക്ക് ക്രെഡിറ്റ് വേണം ജിപേയില്. അത് തരും. ഇന്നലെ ഒരു പാലുകാച്ചുണ്ടായിരുന്നു. എന്റെ കൊച്ചച്ഛൻ ഒരു വീട് വെച്ചു പന്തളത്ത്. 2 നില കെട്ടിടും. എന്തോനാടോ 2 പേർക്ക് താമസിക്കാൻ അത്രയും വലിയ വീട്? സത്യം പറഞ്ഞ ആ വീട് വെച്ചത് ഇഷ്ടപ്പെട്ടില്ലയോ? ആ വീട് മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. എനിക്കെന്തോ അവര് വീട് വെക്കട്ടെ, എനിക്ക് എന്തിന്റെ കാര്യമാ? അവിടെ ഒരു സദ്യ ഉണ്ടാക്കി വെച്ചേക്ക. ഞാനല്ല ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയാൽ എന്തുവാ? എന്തോ സദ്യ. സത്യം പറഞ്ഞ ഈ ജന്മത്തിന് അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പറ്റുമോ? എക്സ്പ്രഷൻ മാറ്റി പിടിക്കത്തില്ലായിരുന്നു. എക്സ്പ്രഷൻ മാറ്റി നിങ്ങൾ നല്ല സത്യം പറഞ്ഞു കേട്ടില്ല. അല്ല ഞാനത് ഉണ്ടാക്കിയെന്ന് പറയത്തില്ലായിരുന്നു. അല്ല ഞാനിവിടെ ഉണ്ടാക്കി തരാമെന്നല്ല. അതുപോലെ അതിനെക്കാട്ടി മേളിൽ നിൽക്കണം. അതിനെക്കാട്ടി മേളിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് പൊടി കൈയിട്ടങ്ങനെ ഇളക്കും. കൈയിട്ടങ്ങാണം ബിരിയാണിക്കകത്ത് ഇളക്കിയ കഴിക്കുന്നല്ല പറഞ്ഞേ. ഞാനൊരു പൊടിക്കൈ വിദ്യ അങ്ങോട്ട് ഇടും. അതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോണ്ടല്ലോ ഡിസ്പോസിബിൾ പ്ലേറ്റ് കളയാൻ പോലും വേറെ പാത്രത്തിന് ആവശ്യമില്ല. നിങ്ങളത് കുടിച്ചിട്ട് മൂടിയിട്ടേ പോകത്തുള്ളൂ. ഇല്ല തിന്നാൻ വരുന്ന ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് വരെ തിന്നും. വിളിച്ചേക്കുന്ന ആ പേപ്പർ വരെ ചുരുട്ടി കൂട്ടി ഷവർമ തിന്നുന്നോലെ തിന്നും. അത്രയ്ക്ക് രുചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് കുട്ടപ്പ നിങ്ങളോടുള്ള സ്നേഹം കാരണം എന്റെ ഇളയ മോടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ ഇതുപോലൊരു ബിരിയാണി വെക്കാൻ ആള് വന്ന് അയാളത് മൊത്തവും കരിച്ച് കുളവാക്കിയിട്ടാ പോയത്. പിന്നെ വന്നവര് പോയൊരു എല്ലായിടത്തും അങ്ങ് പഞ്ഞിക്കിട്ടു. അവസാനം ഒന്ന് കാണണമായിരുന്നു. കഴുകി വാരി വെച്ച കോഴിയെ പോലെ അയാൾ ഇരുന്നത്. ഈ അടിയുടെ ഇടയ്ക്ക് ഈ പൊടി മറക്കുന്ന കാരണം വ്യക്തമായിട്ട് കണ്ടില്ല. എന്നാലും മുഖത്ത് ഇവിടെ കണ്ടൊരു മറുകൊണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ആ സംഭവം എന്നാ നടന്നേ? കൊച്ചിന്റെ കല്യാണം ഡിസംബർ 22 കഴിഞ്ഞ വർഷം ഡിസംബർ 22 അച്ഛനോട് ഞാൻ പലതവണ ചോദിച്ചു, അച്ഛാ എവിടെന്നാ ഗീർ മാച്ച് കിട്ടിയെന്ന്. അച്ഛൻ പറയാ പട്ടി ഓടിച്ചാന്ന്. പക്ഷെ ഞാൻ അതുപോലല്ല. ഞാൻ കിടക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുന്നവനാ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി ആ ചെമ്പന്റെ അടപ്പ് അങ്ങോട്ട് വെക്കുമ്പോ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ. കരിഞ്ഞ മണം. അയ്യോ ഇവരോട് കാര്യം പറഞ്ഞു ബിരിയാണി മൊത്തം കരിഞ്ഞ് ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ പോലെ അയ്യോ ഞാനിപ്പോ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ മാർക്ക് ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം. കറുകപ്പെട്ട കുട്ടപ്പ അടുക്കി പിടിച്ചാൽ എന്തോ ചെയ്യൂടാ? അടിച്ചവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണം. അതല്ലെന്ന് ബിരിയാണി അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന്. അയ്യോ ബിരിയാണി അടുക്കി പിടിച്ചു പിടിക്കണോ? അവ കുളവാക്കിയില്ലോ. നീ ഒരു കാര്യം ചെയ്യ്. സ്പ്രേ ഇരിപ്പുണ്ടോ കയ്യില്? സ്പ്രേ പെർഫ്യൂമോ? നമ്മൾ കുളിച്ചിട്ടൊക്കെ ദേഹത്തടിക്കത്തില്ല സ്പ്രേ. അതെന്തായാലും ഞാൻ കുളിക്കാതെ നടക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ അടിക്കും. ഒരു കാര്യം ചെയ്യ്. പ്ലേറ്റിനകത്തോട്ട് മണ്ടയ്ക്ക് വന്ന് ഇച്ചിരി ബിരിയാണി കോരിയിട്ടെ മണ്ടയ്ക്ക് ഇച്ചിരി സ്പ്രേ അടിച്ച് വെച്ചാൽ മതി. കരിഞ്ഞ മണം അടിക്കത്തില്ല. അതൊക്കെ തിന്ന് കഴിച്ചുമ്പോ വയറ്റിൽ നിന്നൊക്കെ ഭയങ്കര ലൂസായിട്ട് പോവുകയും ചെയ്യും. ഭയങ്കര വിഷമാ. വേണ്ടടാ അത് വേണ്ടടാ. ബിരിയാണി കുളമായാൽ അവര് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. വയറിന് പിടിച്ചില്ല അവര് ബാത്റൂമിൽ പൊക്കോളും. ഏതാ വേണ്ടത് നിനക്ക്? ബാത്റൂമിൽ പോകുന്നതാ നല്ലത്. എന്നാ ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ അടിച്ചങ്ങ് വെച്ചാൽ മതി. വെക്കല്ലേ. എന്താടാ ദോശ കല്ലെ പറ്റിയാൽ എന്തോ ചെയ്യുമടാ നമ്മള്? അവിടെ ഈ പരിപാടി തന്നെ നടക്കുമല്ലയോ? ദോശ കല്ലെ പറ്റി പിന്നെ എന്തോ ചെയ്യും? കാര്യം ചെയ്യ്. കല്ലെ പറ്റിയ ദോശ എന്ന് ചുരുട്ടി എടുത്തിട്ട് പുഴുക്കാന്ന് പറഞ്ഞിട്ട് വിളമ്പ്. ഐഡിയ. ഞാനിപ്പോ ഇവിടെ നീ പറഞ്ഞ ട്രിക്ക് ഒന്ന് ചെയ്യാം. ഓക്കെ. ദൈവമേ അവരുള്ളത് കൊണ്ടാ. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇവരിന്ന് ഷവർമ ഉണ്ടാക്കി തിന്നാനെ പുഴുക്കി തിന്നാനായിരുന്നു. അതെ ബിരിയാണി ശരിയായോ? ടേസ്റ്റ് നോക്കാനായിരുന്നു. ആവുന്നേ ഉള്ളൂ. ഫോറിൻ ബിരിയാണിയാ. എനിക്ക് തന്നെ ആദ്യം തരണം കേട്ടോ. ചേച്ചി അപ്പുറത്തെങ്ങാനും പോയിട്ട് എന്തൊരു പണി ചെയ്യേ കേട്ടോ. അല്ല തിന്ന് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ വിളമ്പത്തുള്ളൂ. എനിക്കൊരു അനുഭവം വന്നു അതുകൊണ്ടാ. എനിക്കറിയാം. വരുന്നവരെല്ലാം തിന്നു കഴിയുമ്പോ നിങ്ങക്ക് കിട്ടാത്തതിന്റെ കുശുമ്പില്ലേ അത്? അതുകൊണ്ടൊന്നും അല്ലെന്ന്. നല്ലതാണോ ഇല്ലയോ നോക്കിയിട്ടേ ഞാൻ വിളമ്പത്തുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ശല്യം ചെയ്തേ. സൂക്ഷ്മ ശബ്ദം കേട്ടപ്പോ ഒരു കശുവണ്ടി തലപൊക്കി നോക്കുന്നു. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇന്ന് ഈ ബിരിയാണി ഇവിടെ വിളമ്പാൻ ഇട വരുത്തരുത്. കൊണ്ട് കളഞ്ഞാക്ക. എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. അങ്ങനെ 35 വർഷത്തെ സുത്യർഹമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പറഞ്ഞൊപ്പിച്ചു ഈ പി കെ ക്ഷീണിതൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. ഒറ്റ വിഷമമുള്ളൂ എനിക്ക്. ആ തുരുമ്പ് പിടിച്ച ബൊലോറയിൽ ഇനി കയറാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അച്ചാരിയിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരയുടെ ആ വിടവിന് വെറലിട്ടിങ്ങനെ കളിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം. പോട്ടെ, ഇനിയുള്ള കാലം ഭാര്യയുടെ മക്കളെയും കൂടെ സുഖമായിട്ടിരിക്കാം. സുശീലേ. അയ്യോ ഞാൻ എന്താ ഈ കാണുന്നത്? എനിക്കിത് കാണാൻ വയ്യ. എന്നെ കാട്ടി വിഷമോ എന്റെ ഭാര്യക്ക്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? നീ വിഷമിക്കണ്ട. ഇനിയുള്ള കാലം എന്നോടൊപ്പം വേറൊരു പെണ്ണും കൂടെ അല്ലേ? എവിടെ കൊണ്ടുപോയി നിർത്തേക്കോ? നിങ്ങൾ എന്താ പറഞ്ഞിട്ടാ ഇവിടെ
അറിയത്തില്ലടി. ഇവിടെ മുറ്റം തൂക്കുന്ന ചൂലുണ്ട്, മുട്ടൂത്തുന്ന കമ്പുണ്ട്, ചപ്പാത്തി പറത്തുന്ന പലകയുണ്ടടി. പുതിയ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെന്ന് പറ. ആ പുതിയ ഇൻഡക്ഷൻ കുക്കർ ഞാൻ കാണിച്ചു തരാടി. അടുത്ത ആഴ്ച നമ്മള് പുതിയ കാർ വാങ്ങിക്കുന്നു. അടുത്ത ആഴ്ച. എന്തുവാ നീ ആരണ്ടോട് പൊങ്ങച്ചം പറയുമല്ലേ? പൊങ്ങച്ചം പറഞ്ഞൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നില്ലേ, അവളെ അവിടെ കണ്ട് ഒളിപ്പിച്ച് നിർത്തിയേക്കോല്ലയോ? അവളോട് ഞാൻ പറഞ്ഞതാ. ഞാൻ കെട്ടിക്കൊണ്ട് വന്നു. ആര് പറഞ്ഞു? വേണ്ട, മാലയെ പൊക്കെ. ഇത് കെട്ടിയ ഒരു കല്യാണത്തിന്റെ മാലയാണോ ഇത്? പിന്നെന്തോ ഇത്? എന്റെ പൊന്നു മോളെ, ഇന്ന് എന്റെ ഫംഗ്ഷൻ അല്ലായിരുന്നോ? എന്തുവാ? ഇന്ന് എന്റെ ഓഫീസിലെ ഫംഗ്ഷൻ അല്ലായിരുന്നോ? റിട്ടയർമെന്റ് ഫംഗ്ഷൻ. അതാ താളത്തിൽ അങ്ങ് പൊക്കി. അപ്പൊ എന്റെ സഹപ്രവർത്തകര് ആദര സൂചകമായിട്ട് എനിക്കിട്ട മാലം പൊക്കിയത് ഞാൻ വിശ്വസിക്കത്തില്ല. ആണെന്ന് സത്യമായിട്ടും. മാലയും പൊക്കെ ഇടുവോ? വേറെ സംഭവം ഉണ്ട്. എന്തുവാ? തുണിയിട്ട് മാമന്റെ തന്നായിരുന്നു. അപ്പൊ ഇതുവരെ തുണിയില്ലാതെ മാമൻ നടക്കുമായിരുന്നോ? വിവരം കെട്ടവളെ എന്തോ ഒരു മാമന്റെ ആണോ? അല്ലെന്നു മാമന്റെ തന്നു. മാമന്റെ അല്ല, മൊമന്റോ. ഈ സംഭവം തന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ? ഒന്നും പറയണ്ടേ, വില്ലേജ് ഓഫീസിന്റെ പടി ഇറങ്ങിയപ്പോ എന്റെ കണ്ണങ്ങ് നിറഞ്ഞു. തട്ടിയടിച്ച് വീണോ? എടി, എന്റെ ജീവനക്കാരന്റെ എന്തോ കരച്ചില്ലായിരുന്നറിയാമോ? ഓ ആണോ? തൂക്കാൻ വരുന്ന തുളസി വില്ലേജ് ഓഫീസിന്റെ മൂലയ്ക്ക് ചാരി നിൽക്കുക. അതിന് ചൂലിന് കൂട്ടിരിക്കത്തേ ഉള്ള അവളുടെ കരഞ്ഞു. കോരാൻ വരുന്ന കോമളം ആ മൊസൈക്ക് തറയെ കിടന്ന് മൊസൈക്ക് എന്നിക്കറിയും അറിയാമോ? വാരാൻ വരുന്ന മനസ്സില ഭിത്തിയെ തലയിട്ട് അടിക്കുക. പല്ല് മിക്കവാറും തെറി വിളിക്കുവോളെ ഭിത്തിയിട്ട് കൊടുക്കുന്നതിന്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാം? എന്തുവാ? എന്റെ ഇടത്ത് സൈഡ് ഇരുന്നില്ലേ സൂസി, അവിടെ കരച്ചിൽ കണ്ടപ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യത്. കാരണം അവളെന്റെ സുനാഗ്രാഫി ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ക്ലർക്കായത് അവള്. ഞാൻ പറഞ്ഞു കൊടുക്കും, പണ്ട് ടൈപ്പിങ്ങിനെ ചെയ്യുമായിരുന്നു. അത് തന്നെ, അതാണ് എനിക്ക് ഏറ്റവും വിഷമമായി പോയത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഓഫീസിൽ ആണുങ്ങൾ ആരും ജീവനക്കാരായിട്ട് ഇല്ലയോ? 4 പേരുണ്ട്. അവന്മാര് നെഞ്ചത്താറൈറ്റും പാടും വെച്ച് സാധനം ചെയ്യാൻ വെള്ളത്തിലിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, അവന്മാരെ എന്നെയും ചെയ്യത്തില്ല. അതങ്ങനെ ചില ആൾക്കാർ ഈ കോഴിത്തരം ഉള്ളവരോട് മിണ്ടത്തില്ല. എന്താണ്? അല്ല, മറിച്ചിട്ട് കളയുവോ? കോഴിക്കറിയും ബിരിയാണിയും ഒക്കെ ഇങ്ങനെ തയ്യാറായി വരുന്നുണ്ടെന്ന് പറയുമായിരുന്നു. എല്ലാം സെറ്റായി. എല്ലാം സെറ്റായി. ഏകദേശം ഒരു 100 പേർക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടി, എന്റെ ഓഫീസിൽ നിന്ന് ഒരു 30 പേര് വരും. പിന്നെ ഒരു 20 സമരക്കാരും വരും. സമരക്കാരോ? എന്നെ ഇന്ന് തടഞ്ഞു വെക്കാമെന്ന് കൈക്കൂലി വീരാ നേതാവേ, നിന്നെ ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഈ സമരക്കാരെ എന്തിനാ കൈക്കൂലി മേടിച്ചത്? സമരപ്പന്തൽ കെട്ടിന് തറവാട വാങ്ങിച്ചതുള്ളൂ, കൈക്കൂലി വാങ്ങിച്ചില്ല. എന്റെ ദൈവമേ. അമ്മരെ തടഞ്ഞു വെക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്കാണെന്നാ നല്ലതാ, വൈകിട്ട് വീട്ടിലോട്ട് വന്നാൽ ബിരിയാണി തരാം. അന്നേരം കൊടിയും മടക്കി കല്ലെല്ലാം പറക്കി സഞ്ചിക്കകത്ത് വിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30 പേരോ 50 പേർക്കുള്ള ബിരിയാണി മതി. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതും ഇതും പറയുന്നത്. നിങ്ങളുടെ നാക്ക് സ്ലിപ്പ് ആവുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തുവാ? നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നപ്പോ മീനിങ് ഇല്ലയോ? ഇന്ന് എന്റെ ഫംഗ്ഷൻ അല്ല, റിട്ടയർമെന്റ് ഫംഗ്ഷൻ. ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടി താഴത്തെ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നു 2 അടിച്ചു. വലിയ മനുഷ്യൻ ഒരു വില്ലേജ് ഓഫീസായിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ പോയി ഞാൻ വിശ്വസിക്കത്തില്ല. എന്തോ നാണം കിടാനാ? ഈ വില്ലേജ് ഓഫീസിന്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിൽ വന്ന് നോക്കും. ഈ ഉടുക്കിന്റെ ഷേപ്പ് ഡിസ്പോസ് ഗ്ലാസ് ഞളങ്ങി കിടപ്പുണ്ട്. അത് ഞാൻ കുടിച്ച ഗ്ലാസ്സാണ്. എന്താ ഇറങ്ങി നടക്കുക? മമ്മട്ടി ഉണ്ടായിരുന്നു ചേച്ചി. മണ്ണട്ടി എന്തോ? മമ്മട്ടി അത് അവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി കുഴിയിടാൻ വേണ്ടി. അത് വേസ്റ്റ് ആയില്ലല്ലോ, വിളമ്പിയെല്ലാം കഴിയിട്ട് എന്നിട്ടല്ലേ വേസ്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ പാചകക്കാരൻ. എന്താ പേരെന്ന്? കറുകപ്പെട്ട കുട്ടപ്പൻ. എന്റെ ചെവുക്കല്ല് പൊട്ടിക്കൂടാ. എല്ലാം ഓടിച്ചാടി നിക്കണം കേട്ടോ. ആ ടാങ്കും ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓടിച്ചാടി ഞാൻ പോട്ടെ. പൈസ ഇത് കഴിയട്ടാ. വിളമ്പ് കഴിഞ്ഞിട്ടേ സമാധാനമായിട്ട് പിരിയാം. അത് കഴിഞ്ഞു. അല്ല, ഇപ്പൊ കഴിയും. ഞാൻ പോകാനുള്ള പൈസ തരാം. നീ അവിടെ നിൽക്കേ. ഇതേ, ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമല്ലേ? എന്താ? അവൾ അറിയരുത്. എനിക്ക് വേണ്ടായിരുന്നു. ആടാ, എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഈ സ്നേഹം ഞാൻ പണ്ട് വില്ലേജ് ഓഫീസിൽ വന്നപ്പോ കാണിച്ചില്ല. വില്ലേജ് ഓഫീസിൽ നീ വന്നിട്ടുണ്ടോ? എന്തിന്? ഞാൻ വില്ലേജ് ഓഫീസിൽ വന്ന് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. നീ എന്തോ കാറ്റായിരുന്നോ കയറി ഇറങ്ങി? സാറേ, ഞങ്ങൾ ആ മുണ്ടക്കാമ്പുരിപ്പ് ആ ഭാഗത്തെ എന്റെ വീട്ടിലോട്ട് വഴി പോന്ന ഇടുങ്ങിയ വഴിയാ. അതിന്റെ വീതി കൂട്ടാൻ വേണ്ടി സാറൊന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നായിരുന്നു. എന്തോ ഒരു സംഭവം. വഴിയുടെ വിഷയം എന്തുവാ? വഴിയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ആ വീതി കുറഞ്ഞ വഴി എന്ന് വീതി കൂട്ടി തരാൻ വേണ്ടി സാറിന്റെ റബി വന്നത്. കാരണം വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണി കഴിഞ്ഞ് വൈകിട്ട് അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് അവിടുന്ന് രാധിക ഇറങ്ങി വരുവേ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് പോകാനുള്ള സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് ഉരച്ചു വെച്ചോണ്ടായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ വഴിക്ക് ഒരു വീതി കൂട്ടാൻ വേണ്ടിയായിരുന്നു, ഞങ്ങൾ ഉരപ്പ് മാറ്റാൻ വേണ്ടിയുള്ള ആ വീതി കൂട്ടാൻ വേണ്ടിയായിരുന്നു സാറിന് പറയുന്നത്. അത് റീസർവ് പ്രകാരം നടക്കുന്ന കാര്യങ്ങൾ അന്നാ പറഞ്ഞില്ല. ഇപ്പൊ എന്തോ ആ വഴിയുടെ കാര്യം? ഞാനിപ്പോ ഒരു പരിപാടിയായി. എന്തുവാ? അങ്ങനെ ഉരച്ചുരച്ച് ഞാൻ അവളെ അങ്ങ് കെട്ടി. പൈസ തരാടാ. നീ ഉറം കടിക്കുന്നത്. സാറ് ചെറുപ്പം മുതലേ വില്ലേജ് ഓഫീസർ ആയിരുന്നോ? 20ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വില്ലേജ് ഓഫീസിൽ ആയിട്ട് എനിക്ക് ജോലി കിട്ടിയത്. എവിടായിരുന്നു? അന്ന് ഞാൻ വൈക്കത്തായിരുന്നു. ഞാൻ വൈക്കത്ത് വില്ലേജ് ഓഫീസറായിട്ടിരുന്നപ്പം ചെമ്പിൽ നിന്ന് ക്ലാറ് വരുമായിരുന്നു. ചെമ്പിൽ നിന്ന് ക്ലാറല്ലല്ലോ, ക്ലാവല്ലേ വരുന്നത്.
ഈ ചെമ്പല്ല, വൈക്കത്തിനടുത്തുള്ള സ്ഥലമാണ് ചെമ്പ്, നമ്മുടെ മമ്മൂക്കയുടെ സ്ഥലം. ഓ, വൈക്കത്തടുത്തുള്ള ചെമ്പ്. ചെമ്പ്. ആ ചെമ്പിൽ നിന്നും ക്ലാര വരുമായിരുന്നു. ഞാൻ വില്ലേജ് ഓഫീസർ, അവളുടെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ. അങ്ങനെ ഞാനാണ് ആ കൊച്ചിനെ പണിയെല്ലാം പഠിപ്പിച്ചത്. ഞാനൊന്ന് ചുമച്ചാൽ അവക്കറിയാം സാറിന് പനിയാണ്. അതല്ലെന്നു എന്റെ അർത്ഥത്തിലാണ് ഞാൻ ചുമക്കുന്നത്, അവക്കറിയാം. സാറിന് ആ പെണ്ണിനോട് ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു. ഇവരെ ഈ പിത്തക്കാടിയെ കേട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ ആ പന്ന തന്ത പറഞ്ഞു, PP ശ്രീലതനുള്ളതാണ് സുശീല ദേവി, സുശീല ദേവിക്കുള്ളതാണ് PP ശ്രീലതൻ പറഞ്ഞിട്ട് മേളി പോയി. പൈസ പൈസ അവിടെ തരാം. നീ ചോദിക്കുന്ന പൈസ അല്ല നിനക്ക്. നിനക്ക് എന്റെ ഉടുപ്പ് വേണം? എനിക്ക് ഉടുപ്പൊന്നും വേണം. എനിക്ക് ചേരത്തില്ല ഓഫീസറെ. വാച്ച് വേണം? എനിക്ക് വാച്ച് വേണ്ട. വാച്ച് പൈസ തരാം സാറേ. ഇതിനിപ്പോ നിങ്ങൾ വിളമ്പി തിന്നുവോ ഇളക്കി പഠിച്ച് തിന്നുവോ ചെയ്യും. ഞാൻ പോട്ടെ സാറേ. പാൻറ് വേണം, ഞാൻ എനിക്ക് പാൻറ്റൊന്നും വേണ്ട. എനിക്ക് പാൻറ്റൊന്നും വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പൈസ എടുത്തോണ്ട് പൈസ എടുത്തോണ്ട് പറയാം. എന്തൊരു ഗതികേടാന്ന് എന്തോ പൈസ കൊടുക്കും ചെറുക്കൻ. പൈസ റിട്ടയർഡ് വില്ലേജ് ഓഫീസർ അടിക്കല്ലേ. എനിക്കറിയാം എന്തോ ചെയ്യേണ്ടതെന്ന്. ആ പെണ്ണുമ്പിള്ള വന്ന് ബിരിയാണിയും പൊക്കും. എന്റെ ദൈവമേ, നിങ്ങൾ കുടിപ്പിച്ചാടോ? ഞാൻ കുടിപ്പിച്ചില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ കുടിപ്പിച്ചില്ല. ഞങ്ങൾക്ക് പൈസ വേണോ? ഇപ്പം പൈസ അങ്ങനെ തരത്തില്ല. പൈസ ഇപ്പോഴല്ലല്ലോ തരുന്നത്. പറഞ്ഞേ ആ ചെറുക്കൻ ഇവിടെ അവന് നമുക്ക് വേണ്ടി അവൻ ബിരിയാണി ഉണ്ടാക്കാൻ പൈസ അവനക്ക് ഉമ്മ ഞാൻ ഉമ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വരുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാ പ്രാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഞാൻ നടത്തുന്നില്ല. ബിരിയാണി എടുത്താൽ ഞാൻ പറഞ്ഞേക്കാം. ഈ ബിരിയാണി എടുത്ത് കളയോടി. ഇറങ്ങി മോശമായി ഇന്ന് ഫംഗ്ഷൻ നടക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പാചകത്തിന് വന്നാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. ആൾക്കാർ വരുന്നത് പൈസ പോയി അത് ശരിയാക്കണോ. എന്റെ പേരില് മാത്രമേ ഉള്ളൂ ക്ഷീണിതൻ. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയാൻ പാടത്തില്ല കേട്ടോ. ആൾക്കാർ വരുമ്പോ ഞാൻ എന്നോട് സംസാരിക്കാൻ ചുമ്മാ ആൾക്കാർ മുമ്പിൽ നാണം കിട്ടാനായിട്ട് കേട്ടോ. ഇവിടെ കൊണ്ടാക്കി വെച്ചേക്കോ. കഷ്ടമാന്ന് പറ. അപ്പൊ ഇതായിരുന്നു ഇവിടെ പരിപാടി. അല്ല, പരിപാടി ഒന്നുമില്ലായിരുന്നു. അയ്യോ സാറേ, സോറി സാറേ. ഞാൻ ഇല്ല ഇപ്പൊ കൊടുക്കാം. എന്തോ ക്ഷീണത സാർ എന്ത് ചെയ്യുന്നു? നിങ്ങളോട് അങ്ങോട്ട് വന്നല്ലോ. ക്ഷീണത ചേട്ടോ. സാറേ, ക്ഷീണത ചേട്ടോ. സാറേ, ക്ഷീണത ചേട്ടോ. സാറേ, സാറേ, ക്ഷീണത ചേട്ടോ. സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഞാൻ പറഞ്ഞേക്കാം, വിഷയം ഞാൻ അറിയിച്ചേക്കാം. സാർ വരത്തില്ലേ? 7:30 വരത്തില്ലയോ? സാറിനോട് പറഞ്ഞിട്ട്. പറഞ്ഞേ. ഓക്കെ. ശരി. സാർ എന്ത് ചെയ്തു? സാർ നിങ്ങളോട് അങ്ങോട്ട് വന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളെ കുടുംബക്കാരത്തെ ഇടപെടില്ല. ഞാൻ അപ്പുറത്ത് പോയായിരുന്നു. കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്നിട്ടാ ഞാൻ അകത്തോട്ട് പോയത്. സാർ എന്ത് ചെയ്യും? സാറിനെ ഞാൻ കണ്ടില്ല ചേച്ചി. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. നിരപരാധിയായി ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ? ഒരു അബദ്ധം പറ്റിയായിരുന്നു. എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ല. ആൾക്കാർ വരുമ്പോ ഞാൻ സമാധാനം പറയണതാണ്. നിങ്ങൾ കൊന്നതാ. നിങ്ങൾ കൊന്ന് കുഴിച്ചിട്ടതാ അങ്ങനെ. പോലീസിനെ ഞാൻ വിളിക്കാം. സാർ എന്ത് ചെയ്യും? നിങ്ങൾ പോലീസിനെ വിളിക്കുക. ഞാൻ നിരപരാധി. ഞാൻ കണ്ടില്ല. നിങ്ങൾ കൊന്നു. ഇയാൾ വന്നപ്പോ മുതൽ പൈസ ചോദിക്കുന്നേ. നിങ്ങൾ പോലീസിനെ വിളിക്കുക. പോലീസ് വരുമെന്ന് ഞാൻ പറഞ്ഞോളാമല്ലോ. ഹലോ, SI ആണ്. ആരാണ്? അയ്യോ, ഹലോ വെക്കുന്നതിന് മുമ്പ് സാറോട് ഉണ്ടായിരുന്നോ? എന്റെ ദൈവം, എനിക്ക് വയ്യ. സാർ അലേർട്ടാണല്ലോ സാറേ. എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് വരണം. ഇവിടെ ബിരിയാണിയും ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടി നടക്കുവാണേ. പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് സാർ വരണം. അയ്യോ മാഡം, വരാൻ തീരെ സമയമില്ല. ഞാൻ ഇന്ന് മന്ത്രി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് വെയിൽ കൊള്ളാൻ പോകണം ടൗണിൽ. അയ്യോ, അങ്ങനൊന്നും പറയല്ല സാർ. ഇവിടെ നമ്മൾ വെയിൽ എങ്ങനെയാന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാം സാർ. ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ സാറേ. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടാ സാറേ. ഒന്ന് വരാൻ പറ്റും സാറേ? എന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് വന്നിട്ട് പോയാൽ മതി കേട്ടോ. എനിക്ക് അറിയത്തില്ലല്ലോ. കൂടുതൽ സംസാരിക്കട്ടെ. ആ ഡ്യൂട്ടിയിലാണ്. ശരി, ഞാൻ വിളിക്കാം സാർ ഉച്ചയ്ക്ക്. ഓക്കെ സാർ. എന്തായിരുന്നു വിഷയം? സാറേ, എന്റെ ഭർത്താവിനെ കാണുന്നില്ല. അങ്ങനെ പറഞ്ഞല്ലോ. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്? അല്ല, ബിരിയാണിയും ഫംഗ്ഷനും ഒക്കെ ആണ്. എന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസർ റിട്ടയർഡ് ആയ ദിവസം ആളിനെ കാണുന്നില്ല. ഓക്കെ, കാണാതായപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? അയാള് ഉണ്ട്. അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്താ തുള്ളുന്നെന്തോ? ഇയാളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവർ രണ്ടുപേരോട് ഇവിടുന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആളിച്ചിരി മോശമാ. കുടിച്ചോടാ നീയും പുള്ളിക്കാരനോടെ? ഞാൻ കുടിച്ചു, പുള്ളിയാ കുടിച്ചത്. അന്നേരം ഇവര് തമ്മിൽ വഴക്കുണ്ടായി സാറേ. അന്നേരം എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല. എന്റെ ബലമായ സംശയം ടച്ചിങ് ഇല്ലാത്തതിന് നീ പുള്ളി എടുത്ത് എനിക്ക് ഇഷ്ടമല്ല പുള്ളിയെ തിന്നുന്നത്. വഴക്കുണ്ടായി ഇവര് തമ്മിലല്ലേ? ഇവര് തമ്മിൽ വഴക്കുണ്ടായിരുന്നു. PF-ന്റെ സ്ഥാനത്തിന്റെ പെൻഷന്റെ പറഞ്ഞിട്ട്. അതെന്താണ് മാഡം എന്നോട് പറയാതിരുന്നത്? എന്താണ്? ചട്ടിക്കാലാകുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അത് വേറെ ആളോട് പറഞ്ഞു, അവര് നാട്ടുകാരോട് പറഞ്ഞ് നാണം കെടുത്താനോ? അയ്യോ, നിങ്ങൾ പറയുന്ന കാര്യം നാട് മൊത്തം പറയാൻ നിങ്ങളുടെ അപ്പുറത്തെ ഓമനച്ചല്ലേ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നോക്ക്, ഇത് നോക്ക്. ഓ, ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കാനാ എന്റെ തൊപ്പിയുടെ മണ്ടയ്ക്ക് ട്രീ ഇരിപ്പുണ്ട്. കാണുന്ന പെണ്ണുപിള്ള നിൽക്ക. എന്റെ ഭർത്താവിനെ കാണുന്നില്ല. എനിക്ക് ഇയാളെ സംശയം. എങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാണ്. കറക്റ്റ് ടോണ്. ഭർത്താവിനെ കാണാൻ പോയ പെണ്ണുമ്പിള്ളയുടെ കറക്റ്റ് ടോൺ ഇതാണ്. ഇത് പിടിച്ചോണം കേട്ടോ. ഒന്ന് കണ്ടുപിടിച്ചാ സാർ. അപ്പൊ ഇവൻ സത്യം പറയടാ, പുള്ളിയുടെ PF-ന് വേണ്ടി നീ കൊന്നതല്ലേ? ഈ പെൺപിള്ള പറഞ്ഞത് അതിനോട് പറഞ്ഞു നിങ്ങൾ ആരും നോക്കട്ടെ. ഈ പോകാൻ പറഞ്ഞു ഞാൻ അപ്പുറത്ത് കുഴി എടുക്കുവായിരുന്നു. കുഴിയെടുത്ത് എന്തിനാ? വേസ്റ്റ് കുഴി വേസ്റ്റ് ഇടാൻ വേണ്ടി ബിരിയാണി നിന്ന് കഴിയുമ്പോ ഒറ്റയടിക്ക് കാലയ്ക്ക് കളഞ്ഞാ കേട്ടോ. ഞാൻ പാമ്പിടിക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ അല്ല, അയാൾ പറഞ്ഞു എന്നോട് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു സാറേ. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു? പറഞ്ഞു. എന്റെ ബലമായ സംശയം എന്തോന്നറിയോ? ഇവര് കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞത്. ഈ ടച്ചിങ്ങിന് വേണ്ടി ഇവൻ ഉണ്ടാക്കിയ ബിരിയാണി ചിലപ്പോ ഇവൻ വിഷം ചേർത്ത് കാണും. അയ്യോ, അപ്പൊ എനിക്ക് ബിരിയാണി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് വേണ സാർ. അത് ചെയ്യണം, ചെയ്താൽ പറ്റും. അല്ല, അത് ഉണ്ടാക്കി പോലീസുകാർ കൊടുക്കുന്ന മോശം. അത് ആദ്യം എടുക്കടാ, ബിരിയാണി എടുക്കാൻ നല്ല എടുക്കം വേണം. കഴിക്കല്ലേ? അച്ചാറോട് തരാം. അച്ചാറുണ്ടോ? അച്ചാർ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം. ഹസ്ബൻഡിന്റെ കാര്യം നോക്കാനല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ സംഭവം ഇത് ടെസ്റ്റ് ചെയ്താലേ ഹസ്ബൻഡ് കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ബിരിയാണി കുഴപ്പമില്ല, ബിരിയാണി സെറ്റാണ്. പക്ഷേ ഇവനെയാണ് എനിക്ക് ബലമായ സംശയം. സത്യം പറയടാ. ഞാനല്ല. നീയാണ്. എന്റെ പച്ച വെളിച്ചെണ്ണയാണ് സത്യം. ഞാനല്ല. ഞാൻ നിന്റെ പച്ച വെളിച്ചെണ്ണ. നിന്റെ പച്ച വെളിച്ചെണ്ണ. എടാ, നിനക്കെന്നെ അറിയത്തില്ല. 20 പേര് നെഞ്ചു വിരിച്ചു വന്നാലും ഞാൻ ഇടിച്ച് തകർക്കുവാൻ അറിയാവണം. അത്രയ്ക്ക് കൊടും ഭീകരണ ഞാൻ. ഇങ്ങോട്ട് മാറിയിക്കടാ. ഇങ്ങോട്ട് മാറിയിക്കടാ ഇങ്ങോട്ടാ. എന്നെ കളിയാക്കുവാണോടാ? അല്ല, നിനക്കെന്നെ അറിയത്തില്ല. ഒറ്റ ഇരിക്കൊണ്ടില്ല നിന്നെ. നിങ്ങളിത് എന്തോ കാണിക്കുക? എന്റെ ഭർത്താവിന്റെ കാര്യം ഒന്ന് ചോദിക്കും സാറേ. എന്റെ ഭർത്താവിന്റെ കാര്യം ഒന്ന് ചോദിക്കും സാറേ. പിന്നെ ചോദിക്കും സാറേ. എടാ, സത്യം പറയടാ, എവിടെയാണ് കൊണ്ട് കളഞ്ഞേ? എവിടെയാണ് കൊണ്ട് കളഞ്ഞേ? എവിടെ കളഞ്ഞ? ഇവരാ ചെയ്തത്. ഈ ചേച്ചി കൊന്നതാന്ന് തോന്നുന്നു. ഞാനല്ല. അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം സാറേ. ചോദിക്കും സാറേ, ചോദിക്കും സാറേ. ഞാനല്ല. സത്യം പറയണം, മസാല കൂടുതലായിരുന്നു ബിരിയാണിക്കകത്ത്. വയറിനകത്തൊരു ബൈക്കളം. എന്നെ രക്ഷപ്പെടുത്താവോ? നിന്നെ രക്ഷപ്പെടുത്താൻ പറ. എന്തുവാന്ന്? കരിഞ്ഞായിരുന്നു. ഞാനത് ചെറിയൊരു ക്രിയ ചെയ്ത് വെച്ചായിരുന്നു. എന്താ ക്രിയ? പ്രക്രിയ. ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല. ഞാൻ കമ്പ്യൂട്ടർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിൽ പോയി FIR എഴുതാനുള്ള മറ്റേ സംഭവമൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. സാറേ, താമസിക്കല്ലേ സാറേ, ഉപേക്ഷിച്ചിട്ട് വിചാരിക്കല്ലേ സാറേ. ഇല്ല, പെട്ടെന്ന് വരാം ഞാൻ. പറയണേ സാറേ. പെട്ടെന്ന് വരാം. ആ സാറേ, എന്റെ കേസ് ഏറ്റെടുത്തിട്ടാ പോയിക്കുന്നേ. ഇയാളെ കാണിച്ചു തരുവോ? ഞാൻ സത്യം പറയട്ടെ. ചേച്ചി SI നിന്നുകൊണ്ടാ ഞാനത് പറയാഞ്ഞത്. എന്തുവാ? നിങ്ങളെ സാർ ആദ്യമായിട്ട് ബൈക്കത്തല്ലായിരുന്നു ജോലിക്ക് പോയെന്നല്ലേ പറഞ്ഞത്. അന്ന് ചെമ്പിലുള്ള ഒരു പെണ്ണുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു പെൻഷനായി കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെമ്പിൽ പോകുന്ന. അങ്ങനെ ആ പുള്ളി ചെമ്പി പോയില്ല. ഞാൻ വിശ്വസിക്കത്തില്ല. ചെമ്പി പോയി ആ പെണ്ണോട് താമസിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു പിത്തക്കാടിയാ നിങ്ങളെ വേണ്ടാന്ന്. അപ്പൊ മാലയും പൊക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് വന്നതാ. എന്നോട് പറഞ്ഞു ബിരിയാണി എടുത്തുകളാ. ബിരിയാണി എടുത്തുകളാ. എന്നിട്ട് താൻ പോയി ഒരു വണ്ടി പഠിക്കേ. ഇപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം. അടിപൊളി കാര്യം. സാറിനെ കാണാനില്ല. എവിടെ പോയതാന്ന് അറിഞ്ഞു. ഇനി വേണ്ട, ഇങ്ങോട്ട് വരണോ? ഫംഗ്ഷനും ഇല്ല, ഇവിടെ കുങ്ഷനും ഇല്ല. ഇല്ല, ഞാനേ അയാളെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടേ ഉള്ളു കാര്യം. ശരി. നന്ദിയില്ലാത്ത ദാരിദ്ര്യവാസികൾ. എടാ, എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വന്നിട്ട് എന്റെ ബിരിയാണി തിന്നിട്ട് പോയി എന്നാന്ന് വിളിക്കാൻ തോന്നിയോടാ നിനക്കൊക്കെ? ഇനി മേലെ എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നിന്നെ ഒന്നും വിളിക്കത്തില്ല ഞാൻ. എന്താ ചെയ്യുന്നത്? എന്റെ പെണ്ണുപിള്ള ഇതിന് കൂട്ടുന്നു. കൊണ്ടു നോക്കോ എന്നെ ബാക്കി വിടുന്നു. വണ്ടി പോയിട്ട് വന്നില്ലേ? ആഹാ, പോയിട്ട് പെട്ടെന്ന് വന്നില്ലയോ? എന്റെ അവളെത്തിയേ? എന്തുവാ? അവളെന്തിയാ?
എന്നോടാ ചോദിച്ചത്. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? നിങ്ങൾ ചെമ്പിലായിരുന്നല്ലേ? ഞാൻ ചെമ്പിലായിരുന്നു. ആ, എന്തിനു പോയി? എന്തിനു പോയി? ആരെ കാണാൻ പോയി? എടി നീ എന്നെ തെള്ളിയിട്ടല്ലോ ഇന്നത്തെ. നിങ്ങൾ കൂടുതൽ എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ അവളെ കാണാൻ പോയതാ ചെമ്പില്. എടി ആരെ കാണാൻ പോയെന്ന് പറഞ്ഞു? വേണ്ട, നിങ്ങളെ ഞാൻ തെള്ളിയിട്ടെന്നോ? ഞാൻ തെള്ളിയിട്ടില്ല നിങ്ങളെ. എടി നീ തെള്ളിയിട്ടല്ലേ? ഇല്ല നിങ്ങൾ ചുമ്മാ തർക്കിക്കണ്ട. ഇപ്പൊ വിശ്വാസമായോ നീയാ തെള്ളിയിട്ടെന്ന്? അതായിരുന്നു. ചേച്ചി വണ്ടി റെഡിയായി, നമുക്ക് പോവാം. വണ്ടി വേണ്ട, അയാള് ചെമ്പിലായിരുന്നു. അതിന് ഞാൻ പറഞ്ഞ ചെമ്മിലുണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരനെ. എടാ, ആ ചെമ്പിലല്ലെന്ന്. പിന്നെ? അതുകൊണ്ട് ആ ചെമ്പിലായിരുന്നു.